ഹായ് ഫ്രാൻസ്, വിവേകാണ്. ശരിക്കും ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന രാഷ്ട്രീയം എന്താണെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇപ്പൊ ഈ ആരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗവർണർ വാസ് സ്റ്റേറ്റ് ഓഫ് കേരള ഈ ഒരു കളി നടക്കുന്നത്? ഇവിടെ നമ്മുടെ കേരളത്തിൽ ഇപ്പോഴത്തെ അവസ്ഥ സാധനങ്ങളുടെ വില കൂടുതൽ, ഇപ്പോൾ വെളിച്ചെണ്ണ ആണെങ്കിലും മറ്റുള്ള സാധനങ്ങളാണെങ്കിലും അരിയുടെ വിലയാണെങ്കിലും ഒക്കെ കൂടി 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 പോവുകയാണ് ഓരോ ഘട്ടത്തിലും. പിന്നെ അതുമാതിരി നമ്മുടെ ആരോഗ്യരംഗം നമ്പർ വൺ സ്റ്റേറ്റ് ആണ്. ആരോഗ്യരംഗത്തിൽ ഏറ്റവും നല്ല പിന്നെ നമ്പർ വൺ നമ്മുടെ കേരളമാണെന്നാണ് കേരളം അവകാശപ്പെടുന്നത്. അതൊരു പി ആർ വർക്കിന്റെ ഭാഗമായിട്ടാണെന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളൂ. കാരണം പല സ്ഥലങ്ങളിലും ഓപ്പറേഷൻ മുടങ്ങുന്നു, മരുന്നുകളില്ല, മരുന്നുകളുടെ ലഭ്യതക്കുറവ്. നമ്മുടെ തിരുവനന്തപുരത്തെ ഡോക്ടർ പറഞ്ഞതൊക്കെ നമ്മുടെ മുന്നിലുള്ള കാര്യങ്ങളാണ്. അതൊക്കെ പോട്ടെ, എന്നിരുന്നാലും ഇപ്പോൾ ഗവർണർ വാസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നുള്ള ഈ ഒരു കളി ഉണ്ടല്ലോ, അത് ഈ ആർക്ക് വേണ്ടിയിട്ടാണ്? ഈ ബി ജെ പി ആർ എസ് എസും ശരിക്കും കേരളത്തിൽ ഒന്നുമല്ല. ഒന്നുമല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ ഒരു സീറ്റാണ് ബി ജെ പിക്ക് ലോക്സഭയിലേക്കുള്ളത്. അത് സുരേഷ് ഗോപിക്കാണ്. നിയമസഭയിലാണെങ്കിൽ ഒരൊറ്റ സീറ്റ് ഇല്ല. എന്നിരുന്നാലും എപ്പോഴും നമ്മുടെ ചാനലിലാണെങ്കിലും എല്ലാ സ്ഥലങ്ങളിലും ബി ജെ പി ആർ എസ് എസും നിറഞ്ഞു നിൽക്കുക. ഒരു പി ആർ വർക്കിന്റെ ഭാഗമല്ല. എവിടെ നോക്കിയാലും ബി ജെ പി ആർ എസ് എസ്. കോൺഗ്രസ് ഒരു നമ്മുടെ മീഡിയയിൽ ഒരു ഭാഗവാക്കല്ല എന്നുള്ള രീതിയിലാണ് പോണത് അല്ലെ, എപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ. അതായത് സി പി എം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ വാസ് ബി ജെ പി എന്നുള്ള രീതിയിലാണ് ഇപ്പോ കേരളത്തിലെ പോക്ക്. അതായത് ഇനിയിപ്പോ നിയമസഭാ ഇലക്ഷൻ വരാൻ പോവുകയാണ്. ഈ നിയമസഭാ ഇലക്ഷൻ വരുമ്പോൾ ബി ജെ പിനെ എതിർക്കണ ഒരേ ഒരു പാർട്ടി സി പി എം ആണെന്നുള്ളൊരു വരുത്തി തീർക്കലിന്റെ ഭാഗം മാത്രമാണത്. അപ്പോൾ കോൺഗ്രസിന് ഈ സമരത്തിൽ പങ്കെടുക്കാൻ വയ്യ, അങ്ങനത്തെ ഒരു അവസ്ഥയും കൂടിയാണ്. അപ്പോൾ കോൺഗ്രസിന് പങ്കെടുക്കാൻ പറ്റാതിരിക്കുകയും സി പി എം ബി ജെ പിക്കെതിരെ പ്രതികരിക്കുകയും ചെയ്യുമ്പോൾ ബി ജെ പിന് അല്ലെങ്കിൽ ആർ എസ് എസിനെതിരെ പ്രതികരിക്കുന്ന ഒരേ ഒരു പാർട്ടിയായിട്ട് സി പി എം മാറുകയാണ്. അതൊരു രാഷ്ട്രീയ കളി കൂടിയാണ്. അതായത് അടുത്ത പ്രാവശ്യം കൂടി സി പി എമ്മിനെ കേരളം ഭരിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം, അതിൻ്റെ കൂടെ ബി ജെ പിക്ക് ഒരു 10 സീറ്റോളം കിട്ടുക എന്നുള്ളൊരു ലക്ഷ്യം, അത് ഏകദേശം പ്രാവർത്തികമാകാൻ പോവുകയാണ്. അതായത് കോൺഗ്രസ് വിലക്കയറ്റത്തിനെതിരെ ഇപ്പോൾ കേരളത്തിലെ ജനതയ്ക്ക് ആവശ്യമായിട്ടുള്ള ആരോഗ്യരംഗത്തിലാണെങ്കിലും ശരി, വിലക്കയറ്റത്തിലാണെങ്കിലും ആവശ്യമുള്ള കാര്യത്തിലൊന്നും പ്രതിപക്ഷം ഉണ്ടെന്നില്ല. ഈ കാര്യങ്ങൾക്ക് പ്രതിപക്ഷം സമരം ചെയ്യാതെ മറ്റുള്ള കാര്യങ്ങളിൽ പ്രതിപക്ഷം ഇപ്പം ഉണ്ടാതിരിക്കുകയാണ്. എന്തിനാ ഉണ്ടാതിരിക്കേണ്ട ആവശ്യം? എന്തൊക്കെ കാര്യങ്ങൾ സമരം ചെയ്യാൻ, എന്തൊക്കെ കാര്യങ്ങൾ കേരളത്തിലെ പ്രതിപക്ഷത്തിന് ഉയർത്തിക്കാട്ടാനുണ്ട്? ഒന്നിലും ഒരു ഉണ്ടാട്ടില്ല. എന്നാൽ പ്രതിപക്ഷത്തിൽ കോൺഗ്രസിൽ അവർ തമ്മിൽ തന്നെ നല്ല മത്സരവും അടി നടക്കുന്നുണ്ട്. ഈ ഒരു പോക്കാണെങ്കിൽ 2026 കോൺഗ്രസിന് ഭരിക്കാൻ പറ്റുമെന്നുള്ള കാര്യം വളരെ ശോചനീയമാണ്. കോൺഗ്രസ് സമരമുഖത്തേക്ക് ശക്തമായി തിരിച്ചു വരേണ്ട ആവശ്യം കഴിഞ്ഞു. കാരണം കേരളത്തിന്റെ അവസ്ഥ, രംഗമാണെങ്കിലും ശരി, വിലക്കയറ്റാണെങ്കിലും ശരി, ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു മാറ്റം നല്ല സമരങ്ങളിലൂടെ ശക്തമായി പ്രതിഷേധിച്ചാൽ മാത്രമേ അത് മാറ്റിയെടുക്കാൻ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം കോൺഗ്രസിന്റെ നിങ്ങൾക്ക് ഭരണവും നഷ്ടപ്പെടും, എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെടുകയും ചെയ്യും, മൂന്നാമതും ഭരിക്കുകയും ചെയ്യും, നാലാമത് അടുത്ത 2031 ആകുമ്പോഴേക്ക് ബി ജെ പി ഏകദേശം അധികാരത്തിലേക്ക് വരികയും ചെയ്യും. എന്താണെങ്കിലും ഇനിയിപ്പോ ആരധികാരത്തിൽ വന്നാലും ജനങ്ങൾക്ക് അതൊരു വിഷയമുള്ള കാര്യമല്ല. എന്ത് തന്നെ ആയാലും ആരധികാരത്തിൽ വന്നാലും ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രതികരണം ഉണ്ടാവില്ല രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള. ഇത്രയും വിലക്കയറ്റം സംഭവിക്കുമ്പോഴും, ഇത്രയും ആരോഗ്യ മേഖല തകർന്നിരിക്കുമ്പോഴും, ക്രിമിനൽ കേസുകളും കൊലപാതകങ്ങളും ഇത്രയും സംഭവിക്കുമ്പോൾ ഇതിനെതിരായിട്ട് ഒന്നും കാര്യമായിട്ടും അനക്കം സൃഷ്ടിക്കാൻ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിന് സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു സത്യസന്ധമായ കാര്യമാണ്. ഏതായാലും നിങ്ങൾ അതിനനുസരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് അതൊരു ഉപകാരമാവുകയും ചെയ്യും. അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് ആകെ 8 മാസമേ ഉള്ളൂ. ജനങ്ങൾക്കതൊരു ഉപകാരമാവുകയും ചെയ്യും, നിങ്ങളെ ജനങ്ങൾ അധികാരത്തിലേറ്റുകയും ചെയ്യും.
ബൈ.